നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചാവി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കീ എടുക്കുന്നത് സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഈ വീഡിയോ ഇന്ന് ചെയ്യുവാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ കാർ കീ കോഡ് അല്ലെങ്കിൽ കാർ കീ നമ്പർ സംബന്ധിച്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട കുറച്ച് പേർ ചോദിച്ച ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വിഷയം, പലരും ചോദിച്ച ചോദ്യം വന്നത്, എന്തുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ കീ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ, അതായത് ഈ കീ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ചെയ്തുകൂടാ, അല്ലെങ്കിൽ കാർ കീ കോഡ് വച്ച് എന്തുകൊണ്ട് നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ചെയ്തുകൂടാ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ചെയ്യുവാനായിട്ട് എളുപ്പമാണ്. ചാവി എന്ന് ഉദ്ദേശിച്ച കീയാണ് ചെയ്യുവാനായിട്ട് എളുപ്പമാണ്. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ചാവിയാണെങ്കിലും സെക്കൻഡ് ചാവിയാണെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കീ വാഹനവുമായി പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കീ പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെൻസർ പ്രോഗ്രാമിംഗ് ചെയ്താൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അത് അംഗീകൃത ഷോറൂമിലോ സർവീസ് സെൻറ്ററിലോ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആരുടെ പേരിലാണോ വാഹനം, ആ വാഹനത്തിൻ്റെ RC ഡീറ്റെയിൽസും ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസും കൊടുത്താൽ മാത്രമേ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചാവി പ്രിൻ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. പിന്നെ പലരുടെയും ധാരണ എന്ന് പറയുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ചാവി അടിച്ചു കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാം, ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു ധാരണ പലർക്കും ഉണ്ട്. ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല. കാര്യം, ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്, വാഹനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ചാവി പ്രോഗ്രാം ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് കീ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ ഡോർ തുറക്കാനോ അല്ലെങ്കിൽ ഡിക്കി തുറക്കാനോ മാത്രമേ സാധിക്കുകയുള്ളൂ. പലർക്കും പറ്റുന്ന ഒരു അനുഭവമെന്ന് പറയുന്നത്, നമ്മുടെ വാഹനം വാങ്ങുന്ന സമയത്ത് ഈ കീ ചെയിനിൻ്റെ പോർഷനിൽ ഈ ഭാഗത്ത് റിമോട്ട് സെൻസർ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ റിമോട്ടിൻ്റെ ആ ഒരു ലോക്കായിരിക്കും വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വാഹനത്തിൻ്റെ ഈ കീ ചെയിന് കിടക്കുന്ന സമയത്ത് കീ കോഡും അല്ലെങ്കിൽ കീ നമ്പരും ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ കീ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. ഒരു കാരണവശാലും ഡ്യൂപ്ലിക്കേറ്റ് ചാവി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ചാവി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ടാമത് ചാവി പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ആ ചാവി പ്രോഗ്രാമിംഗ് ചെയ്യാതെ ഒരു കാരണവശാലും വാഹനം സ്റ്റാർട്ട് ചെയ്യുവാൻ സാധിക്കില്ല. വാഹനത്തിൻ്റെ ഡോർ തുറക്കാം അല്ലെങ്കിൽ ഡിക്കി തുറക്കാം എന്നുള്ളതല്ലാതെ അതുകൊണ്ട് വേറൊരു ഗുണവും ഇല്ലാത്ത ഒരവസ്ഥ വരും. അത് അംഗീകൃത ഡീലർഷിപ്പ് എടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ വാഹനം ഏത് സർവീസ് സെൻറ്ററിലാണോ സർവീസ് ചെയ്യുന്ന ആ സ്ഥാപനവുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മാത്രമേ കീ പ്രോഗ്രാമിംഗ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം, അറിഞ്ഞിരിക്കും.